ഹലോ, എല്ലാവർക്കും നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പുതുവർഷം വളരെ സന്തോഷത്തോടെ ആഘോഷത്തോടെ തുടങ്ങി എന്ന് ഞാനും വിശ്വസിക്കുന്നു. ഇന്നത്തെ പിക്കപ്പ് റീഡിങ്ങിൽ നമ്മൾ നോക്കുന്നത് ഈ വർഷം നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ അഭിമുഖീകരിക്കാൻ സാധ്യതയുണ്ടോ, നിങ്ങൾക്ക് അത് ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ ഇവയെല്ലാം ഈ ഒരു റീഡിങ്ങിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നത്തെയും പോലെ 3 ഗ്രൂപ്പാണുള്ളത്. അപ്പോൾ തംബ്നെയിലത്തെ 3 ചിത്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഈ കാണുന്ന 3 ഫയലുകളിൽ നിന്നോ ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഈ 3 ഗ്രൂപ്പിൻ്റെയും ടൈം സ്റ്റാമ്പ്സ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡ്യൂറ്റീവിൽ വേണം സെലക്ട് ചെയ്യാനായിട്ട്. നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള 2 ഗ്രൂപ്പിലെയും റീഡിംഗ് കേൾക്കുക. എന്നിട്ട് നിങ്ങളുമായി റെസനേറ്റ് ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഈ റീഡിംഗ് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ വേണം. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെ റീഡിങ്ങിലേക്ക് കിടക്കുകയാണ്. ഇനി നിങ്ങളുടെ ഊഴമാണ്. ഇവിടെ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ചൂസ് ചെയ്യാം. ഹലോ ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് ഫയൽ അല്ലെങ്കിൽ തംബ്നെയിൽ ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള അല്ലെങ്കിൽ സ്വപ്നങ്ങൾ നേടിയെടുക്കുമോ ഇല്ലയോ, അതിനുള്ള സാധ്യതയുണ്ടോ, എന്താണ് കാര്യങ്ങളെന്ന് നോക്കാം. ഓക്കെ, നിങ്ങളോട് ആദ്യമേ പറയുന്നത് നേടിയെടുക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓൾറെഡി ഫസ്റ്റിലേ തന്നെ പറയുന്നുണ്ട്. അതായത് നിങ്ങളെ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ നേടിയെടുക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല. ഓക്കെ, അത് നിങ്ങളിലേക്ക് എത്തുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു അല്ലെങ്കിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കില്ല. വളരെ വ്യത്യസ്തമായ രീതിയിലാണെന്നാണ് ഞാൻ കാണുന്നത്. ടോട്ടലി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ദിശയിൽ നിന്നോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയിലൂടെയോ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങളോട് കൂടുതൽ യൂണിവേഴ്സ് കൊണ്ടുവരുന്ന അവസരങ്ങളെ തട്ടിക്കളയാതെ അത് സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കണം എന്നാണ് ആദ്യമേ യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ മാത്രമല്ല, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കഴിഞ്ഞുപോയത് പ്രത്യേകിച്ച് നിങ്ങളെ വേദനിപ്പിക്കുന്ന, നിങ്ങൾക്ക് സങ്കടം ഉണ്ടാക്കിയിട്ടുള്ള ചില അധ്യായങ്ങളുണ്ട് അല്ലേ, അതിൽ ഫോക്കസ് ചെയ്യാതെ ഇനി നിങ്ങളുടെ ഭാവിയിലും നിങ്ങളുടെ പ്രസന്റ് മൊമെന്റിലും പിന്നെ ഭാവിയിലും ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഇതിനായിട്ട് ഫോക്കസ് ഈ ഒരു ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ സ്വപ്നത്തിനായിട്ട് പ്രയത്നിക്കാനായിട്ട്. നിങ്ങൾ ഇതിനെ വെച്ച് ഈ ഒരു സ്വപ്നം അല്ലെങ്കിൽ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുകയാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, എന്നാലും അന്ന് ഇതിന് മുന്നേ ഇതുപോലെ ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ട് അത് കിട്ടിയില്ല, ഇനി ഇതുപോലെ ആവും. മനസ്സിലായല്ലോ? അതായത് ഈ കഴിഞ്ഞു പോയ നിങ്ങൾക്ക് കിട്ടാതെ പോയ കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെട്ട് അതുപോലെ തന്നെ ഇതും ആകുമോ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് നിങ്ങൾ തുടങ്ങുന്നത് തന്നെ. നിങ്ങൾ ഇനി നേടാൻ പോകുന്ന ലക്ഷ്യത്തിനോ അല്ലെങ്കിൽ സ്വപ്നത്തിനോ വേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ നിങ്ങളോട് ക്ഷമ കാണിക്കാനും പറയുന്നുണ്ട്. കാരണം ഈ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വപ്നം അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം ഡിവൈൻ ടൈമിങ്ങിലേ നടക്കുള്ളൂ. ഓക്കെ, അല്ലാതെ നിങ്ങൾ എത്ര ധൃതി വെച്ചാലും എന്തൊക്കെ ചെയ്താലും അത് നടക്കില്ല. മനസ്സിലായല്ലോ? അപ്പോൾ അത് നടക്കുന്നതിന് ഒരു പെർഫെക്റ്റ് പ്ലാൻ, ഒരു പെർഫെക്റ്റ് ടൈമും യൂണിവേഴ്സ് കരുതിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നടക്കുകയുള്ളൂ. നിങ്ങൾ ക്ഷമയോടെ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കണം. നിങ്ങൾ വളരെ മെച്ചുവറായിട്ട് വേണം നിങ്ങളുടെ ഈ ഒരു സ്വപ്നത്തിന് വേണ്ടി പ്രയത്നിക്കുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകളും നിങ്ങളുടെ ചിന്തകളെല്ലാം അതിൽ കുറച്ചുകൂടി ഒരു മെച്യൂരിറ്റി ആവശ്യമാണെന്ന് പറയുന്നു. പിന്നെ ഈ പറയുന്ന പോലെ റൂട്ട് ചക്ര മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിരിക്കണം. ആ ഗ്രൗണ്ടഡ് ആയിരിക്കാനായിട്ട് നിങ്ങൾക്ക് പ്രസന്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് റൂട്ട് ചക്ര മെഡിറ്റേഷൻ ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് കാണുന്നു. നിങ്ങൾ ഇതുപോലെയാണ് പോകുന്നതെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലക്ഷ്യവും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ നേടിയെടുക്കുകയും നിങ്ങൾ ആ ഒരു വിജയത്തിലേക്ക് എത്തി ആ ഒരു നിങ്ങളുടെ ഈ സ്വപ്ന ലക്ഷ്യം നേടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീൽ ഉണ്ടാവില്ല, നിങ്ങൾ വിജയിച്ചു അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു അഭിമാന നിമിഷം അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും ആ ഒരു നിമിഷത്തിലേക്ക്. അപ്പോൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, എന്ത് വേണം നിങ്ങൾ പ്രസന്റിൽ ഫോക്കസ് ചെയ്ത് ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സ് കൊണ്ടുവരുന്ന അവസരങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഡിവൈൻ ടൈമിൽ വിശ്വസിച്ച് വളരെ ക്ഷമയോടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുന്നതിനും വേഗത്തിൽ നിങ്ങളുടെ സ്വപ്നം അല്ലെങ്കിൽ ലക്ഷ്യം നിങ്ങൾ നേടിയെടുക്കും. ഓക്കെ, നിങ്ങൾക്ക് അത് ഒരുപാട് സന്തോഷം കൊണ്ടുവരുന്നുണ്ട്. അതൊരു നിങ്ങളൊരു സ്പോട്ട് ലൈറ്റിൽ നിർത്തുന്ന രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിനെ നേടിയെടുക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻസ്. നിങ്ങളുടെ ഈ ലക്ഷ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിൽ നിന്ന്
നിങ്ങളെ പിന്തിരിപ്പിക്കാൻ, നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലക്ഷ്യം, ഈ ഒരു സ്വപ്നം എന്ന് നിങ്ങളതിൽ ഒരു സ്വപ്നം, ഒരു ലക്ഷ്യം നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫുള്ളി അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുക. പല കാര്യങ്ങളും നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനോ ഒക്കെ ചുറ്റും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാധാന്യം, അല്ലെങ്കിൽ നിങ്ങൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് ഈ ലക്ഷ്യത്തിലും സ്വപ്നത്തിലായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ പ്രയോറിറ്റി ഈ നിങ്ങളുടെ സ്വപ്നം അല്ലെങ്കിൽ ലക്ഷ്യമായിരിക്കണം. അതിൽ ഫുള്ളി ഫോക്കസ് ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യാണ്ടായാലും അതിനൊക്കെ മാറ്റി നിർത്തണം. ഒരു ഹെൽത്തി ബൗണ്ടറി കീപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം. പിന്നെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ഇരിക്കണം. ഓക്കെ, നിങ്ങൾക്കിത് നേടിയെടുക്കാൻ പറ്റും എന്നൊരു ഉറച്ച വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, പകുതി പ്രശ്നങ്ങൾ തീർന്നു എന്ന് പറയില്ലേ, ആ ലെവലാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലത്തെ ആത്മവിശ്വാസത്തിന് വലിയൊരു പങ്കുണ്ട്. നിങ്ങളുടെ ഈ ഒരു സ്വപ്നം, നിങ്ങളുടെ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് വലിയ ഒരു, അതാണ് ഒരു 90%. അതാണ് വേണ്ടത്. അതുണ്ടാകുമ്പോഴാണ് ബാക്കി കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഏസ് ഓഫ് വാൻസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല നിങ്ങളുടെ ഈ സ്വപ്നം നിങ്ങളിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുക്കുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ, പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ഒരു ഓവർവെൽം ചെയ്യുന്ന രീതിയിലായിരിക്കാം എന്താ പറയുക നിങ്ങളിലേക്ക് ഇത് എത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്താ പറയുക, ഒരു പെട്ടെന്ന് അതിനോട് അഡ്ജസ്റ്റഡ് ആകാൻ, അല്ലെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനൊരു കുറച്ചൊന്ന് നിങ്ങൾ ഹെസിറ്റൻ്റ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇത് വേണോ വേണ്ടയോ, ഇതിപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ആ ഒരു, കാരണം ഇതൊരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിലും ആ ഒരു തുടക്കം, അത് വരുന്ന രീതി കുറച്ച് അൺകംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ, അതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഡ്രാസ്റ്റിക് ചേഞ്ചാണ് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ എനർജറ്റിക്കൽ ഷിഫ്റ്റ് വളരെ ഇൻഡെപ്തിൽ പോകുന്നത് കൊണ്ടാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ ഈ ലക്ഷ്യം നേടിയെടുക്കുന്ന ആ ഒരു ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് കുറച്ച് അൺകംഫർട്ടബിൾ ആകാൻ സാധ്യതയാവുന്നത്. പക്ഷെ നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, ഇതിന് നിങ്ങളുടെ ലൈഫിൽ എന്ത് മാറ്റം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിന് ഞാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് എനിക്ക് ഈ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഇത് ഹാൻഡിൽ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഓക്കെ, അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറയുന്നു. പിന്നെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, എക്സൈറ്റഡ് ആയിട്ടിരിക്കാൻ പറയും. അതായത് നിങ്ങൾ നേടിയെടുക്കും എന്ന ഒരു ഉറച്ച വിശ്വാസം, അതിലൊരു എക്സൈറ്റ്മെൻറ്റ് വേണം. ഓക്കെ, ആ ഒരു ഫീലിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഫീലിങ്സിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്താൽ, അതായത് നിങ്ങളിത് നേടിയെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇമോഷൻസ്, അതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഈ ഒരു ഇമോഷൻസ് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിച്ചാൽ, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ ഒരു ഇമോഷൻസ് നിങ്ങളിൽ വരുന്നത് എന്ന് ശ്രദ്ധിച്ച് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പോയാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഈ സ്വപ്നം അല്ലെങ്കിൽ ലക്ഷ്യം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനർജറ്റിക്കൽ അലൈൻമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഇമോഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കുന്നതിനെ കുറിച്ച് യൂണിവേഴ്സിന് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസനേറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഞാൻ നേരുന്നു. താങ്ക് യു. ഹലോ മൈ ഡിയർ ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ഫയൽ അല്ലെങ്കിൽ തമ്മിലെ രണ്ടാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങൾ ഈ 2025 നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. ഒരു ഡിലേ ഞാൻ ആദ്യമേ കാണുന്നു. ഓക്കെ, കുറച്ച് സമയം എടുക്കും കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന സ്പീഡിലൊന്നും കാര്യങ്ങൾ നടക്കില്ല. അത് ഓൾറെഡി കാണുന്നുണ്ട്. കാരണം നമുക്ക് 4 ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ടെൻഷൻ ആകാതെ ഇരിക്കാൻ പറയുന്നു, ധൈര്യസമയത്ത് ഇരിക്കാൻ പറയുന്നു. കാരണം നിങ്ങൾക്ക് ഇത് നിങ്ങൾ വിചാരിച്ച സ്പീഡിൽ നടക്കാതാവുമ്പോൾ നിങ്ങൾ വല്ലാണ്ട് സ്ട്രെസ്ഡ് ആവും, നടക്കില്ലാവോ എന്നൊരു ഭയം നിങ്ങളിൽ വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നടക്കുന്നേ ചെയ്യും. കുറച്ച് സമയം എടുക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, കുറച്ച് സമയം എടുത്ത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്പീഡിൽ നടക്കുന്നില്ല എന്ന് വെച്ചിട്ട് ഈ ലക്ഷ്യത്തിനെ വിട്ട് കളയാനും പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, ഡിലേ വരുന്നത് അതൊരു തരത്തിൽ ഡിവൈൻ പ്രൊട്ടക്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം കുറച്ച് സമയം എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ തന്നെയാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ ഒരു ലക്ഷ്യത്തിനായിട്ട്, നിങ്ങൾ ഈ ഒരു സ്വപ്നത്തിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അധികം ആരും അറിയിക്കാതിരിക്കുക. ഒരു സ്ട്രോങ് ബൗണ്ടറി നിങ്ങൾക്ക് ആളുകളായിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളത് എന്താ പറയുക, നിങ്ങളത് നേടിയെടുത്ത് കഴിയുമ്പോൾ ഇവർക്ക് അറിയുമല്ലോ. അപ്പോൾ അറിഞ്ഞാൽ മതി. നമ്മളിപ്പോഴേ പറയേണ്ട ഞാൻ ഇതാണ് നേടിയെടുക്കാൻ പോകുന്നത് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതെപ്പോഴും നിങ്ങൾ മനസ്സിൽ വയ്ക്കണം. പിന്നെ ഈ പറയുന്ന പോലെ മനസ്സിന് നല്ല ധൈര്യം വേണം, നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം വേണം. എത്ര സമയം എടുക്കുന്നു, ടൈം എടുക്കുന്നു എന്ന് കണ്ടിട്ട് ഇത് ചിലപ്പോൾ എനിക്കുള്ളതല്ലായിരിക്കുമോ, ഞാൻ വെറുതെ കുറേ നാളായി ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നു, ഇതൊരു കാര്യമില്ല, ഞാൻ നിർത്താൻ പോവാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ലക്ഷ്യം വിടാൻ പോവാണ്, അങ്ങനത്തെ ഒരു ടെൻഡൻസി ഒന്ന് ഉറപ്പിച്ചോളം നിങ്ങൾക്ക് അത് കിട്ടാൻ പോകുന്ന ഒരു കാര്യമാണ്.
ഓക്കെ, അതിന് ഒരു തരത്തിലുള്ള പരീക്ഷണമാണ് അത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളത് വിട്ട് കളയരുത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ആ ഡെഡിക്കേഷൻ, നിങ്ങളുടെ ആ ഹാർഡ് വർക്ക് എന്തായാലും യൂണിവേഴ്സ് നിങ്ങളെ റിവാർഡ് ചെയ്തിരിക്കും. അപ്പോൾ ആ ഒരു വിശ്വാസം ഉണ്ടാവണം. മാക്സിമം നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ശ്രമിക്കാമെന്ന് ഞാൻ പറയുള്ളൂ, എളുപ്പമല്ല. നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഒരുപാട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം, ഒരുപാട് നമ്മൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് അങ്ങനെ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അത് എത്ര നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു മനസ്സമാധാനം നമ്മുടെ ലൈഫിൽ വരണമെങ്കിൽ നമ്മൾ അത്രയും യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യണം, നമ്മൾ അത്രയും സ്പിരിച്വലി ഇൻവോൾവ് ആകണം. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാകാൻ സാധ്യത അങ്ങനെയുള്ളവരുണ്ടായിരിക്കാം, വളരെ നല്ല കാര്യം. നല്ല നിങ്ങൾക്ക് സ്ട്രെസ് വന്നാൽ അയ്യോ സ്ട്രെസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് പ്രഷർ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളുടെ മനസ്സിനോട് പറയുകയാണ് വേണ്ടത്, ഇതെന്തായാലും നടക്കും. ഓക്കെ, കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. സമയം എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റവും നല്ല രീതിയിലാണ് യൂണിവേഴ്സ് നടത്തി തരിക. കാരണം ഇവിടെ ഡിവൈൻ ടൈമിങ്ങിൻ്റെ പ്ലേ ആണ്. ഓക്കെ, ഇത് നടക്കുന്നതിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ നടക്കുള്ളൂ. പക്ഷേ ഇവിടെ കുറച്ച് കാലതാമസം ഞാൻ കാണുന്നുണ്ട്. അപ്പം ഈ വർഷം ആദ്യം തന്നെ ഇത് നേടിയെടുക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ മുൻപോട്ട് പോകാനായിട്ട്. ഹാർഡ് വർക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ വർക്ക് ഇൻ സൈലൻസ്. എല്ലാവരും അറിയിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇന്നതാണ് നേടിയെടുക്കാൻ പോകുന്നത്, ഇതാണ് എൻ്റെ ലക്ഷ്യം. അത് വേണ്ട, നമ്മുടെ മനസ്സിലിരിക്കട്ടെ. ഓക്കെ, അത് നമ്മൾ നേടിയെടുത്തതിന് ശേഷം എന്തുണ്ട്, എന്താ പറയുക, മറ്റുള്ളവർക്കപ്പോൾ കാണാൻ പറ്റുമല്ലോ. നേടിയെടുത്തതിന് ശേഷം അവരെ അറിയും, അത് മതി. നമ്മൾ മുന്നേ ആയിട്ട് പറയണ്ട. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഭാവിയിൽ ഇത് നേടുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് വേണം ചിന്തിക്കാൻ. ആ വിഷ്വലൈസേഷൻ എപ്പോഴും വളരെ പോസിറ്റീവായിരിക്കണം. നിങ്ങളും ആ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഉറപ്പ് വേണം മനസ്സിന്, അത്ര ഉറപ്പിക്കുക നിങ്ങളുടെ മനസ്സിന്. അത് നിങ്ങളിത് എന്തായാലും നേടിയെടുത്തിരിക്കും എന്ന് നിങ്ങൾ ഉറപ്പിക്കുക തന്നെ വേണം. അത്രയും ഉറപ്പിച്ചോളൂ, കാരണം നടക്കും, ഉറപ്പാണ്, നടന്നിരിക്കും. ഓക്കെ, ഇത് എനിക്ക് ഫസ്റ്റ് ഗ്രൂപ്പിൽ കിട്ടിയ ഒരു റിപ്പിറ്റേഷൻ തന്നെയാണ്. കാർഡ്സ് പോലെ ഏകദേശം അങ്ങനെയാണ് വരുന്നത്. ഡിസ്ട്രാക്ഷൻ പാടില്ല. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ എന്താ പറയുക, ഈ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നടക്കാൻ കാലതാമസം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇതല്ലെങ്കിൽ അഞ്ഞ് വേറെ നോക്കിയാലോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേക, ഇപ്പം നിങ്ങൾ നോക്കുന്ന നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ വേറൊരെണ്ണം കാണും. അപ്പോൾ നിങ്ങൾ അന്ന് അഞ്ഞ് അത് നോക്കിയാലോ, അല്ലെങ്കിൽ ഇത് നോക്കിയാലോ, അങ്ങനെ എന്താ പറയുക, ഡിസ്ട്രാക്റ്റഡ് ആവാൻ വളരെ വളരെ സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ചില ചുറ്റുള്ളവർ ഇത് നീ എത്ര നാൾ ഇതിന് വേണ്ടി ട്രൈ ചെയ്യണോ, ഇതൊന്നും ചിലപ്പോൾ ഇതാവില്ല നിനക്കുള്ളത്, നീ വേറെ നോക്ക്, ഈ ഡയലോഗും ചിലപ്പോൾ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മുന്നേ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു തരത്തിൽ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുക, നിങ്ങൾ അതിൽ നിന്ന് നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനർജീസ് ആണെന്ന് മനസ്സിലാക്കുക. അതിൽ നിന്ന് പിന്തിരിയാതിരിക്കുക. ഓക്കെ, അവരെ പറഞ്ഞ് നിങ്ങൾ വ്യക്തികളാണെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ല. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോവുക. അതുപോലെ കഴിഞ്ഞു പോയ കിട്ടാതെ പോയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഈ ലക്ഷ്യത്തിനായിട്ട് പരിശ്രമിച്ചിട്ട് പല തരത്തിൽ ശ്രമിച്ച് ചിലപ്പോൾ കിട്ടാതെ പോകുന്നൊരു അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് അവസാനം എന്താ പറയുക, വേണ്ടാന്ന് വെക്കാം എന്ന് തോന്നുന്നത്. ആ വേണ്ടാന്ന് വെക്കാം എന്ന് തോന്നുന്ന ആ നിമിഷത്തിനെ അതിജീവിക്കുമ്പോൾ നിങ്ങൾ ഈ ആഗ്രഹിക്കുന്ന കാര്യം പെട്ടെന്ന് തന്നെ നടക്കും. പക്ഷെ അത് വളരെ ചാലഞ്ചിങ് ആണ്, കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിലോർത്ത് വയ്ക്കുക. മാത്രമല്ല, നിങ്ങൾ ശ്രമിച്ചു കിട്ടാതെ പോയ കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് അതിനേക്കാൾ നല്ലതാണ് യൂണിവേഴ്സ് കരുതിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക. ഓക്കെ, എനിക്കിതിന് നല്ലതാണ് യൂണിവേഴ്സ് കരുതിയിട്ടുള്ളത്, അല്ലാണ്ട് ഈ പറയണ പോലെ ഇതല്ല, അപ്പോൾ ഞാൻ ശ്രമിച്ചതല്ല, അതുകൊണ്ടാണ് എനിക്ക് കിട്ടാഞ്ഞത്. അല്ലാണ്ട് എനിക്കെന്തോ കുറവുണ്ട്, അതോ അല്ലെങ്കിൽ ഞാൻ പരിശ്രമിച്ചതിൽ എന്തോ പെശകുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് കിട്ടാഞ്ഞത്, അങ്ങനെ ചിന്തിക്കരുത്. മനസ്സിലായല്ലോ? അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചു, കിട്ടിയില്ല, വിച്ച് മീൻസ് നെക്സ്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇതല്ല നിങ്ങൾക്കുള്ളത്, നിങ്ങൾ ഇതിനേക്കാൾ നല്ലതാണ് ഡിസേർവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കോംപ്രമൈസ് ചെയ്യാനല്ല യൂണിവേഴ്സ് അവിടെ പറയുന്നത്, അത് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ ലക്ഷ്യത്തിനായിട്ട് പരിശ്രമിക്കുമ്പോൾ നിങ്ങൾ ഒന്നിൽ കൂടുതൽ ടവർ മൊമെൻറ്റ്സ് ഫേസ് ചെയ്യാനൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ടവർ മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഉണ്ടാവും. ഒരു എന്താ പറയുക, ഡ്രാസ്റ്റിക് ഷിഫ്റ്റ്, മാറ്റം നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഉണ്ടാവും. അതിനെ ഫേസ് ചെയ്യാനും നിങ്ങൾ റെഡി ആയിരിക്കണം. കാരണം നിങ്ങളൊരു പുതിയ എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ആ എനർജി എത്രത്തോളം എന്താ പറയുക, ഹ്യൂജ് ആണോ, ചിലപ്പോൾ അത് വളരെ വലിയ മാറ്റം കൊണ്ടുവരുന്നതായിരിക്കാം. അപ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഡ്രാസ്റ്റിക് ആയ ഷിഫ്റ്റാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഫേസ് ചെയ്യാൻ, സറണ്ടർ ചെയ്യുക. അങ്ങനെ ഒരു ഷിഫ്റ്റ് സംഭവിക്കുമ്പോൾ, നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് കടന്നു വരികയാണ്, അതിലൊരു കാര്യമായൊരു ഇമ്പാക്റ്റ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ നിങ്ങൾ അതിനോട് കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്തിരിക്കണം. ഓക്കെ, ആ ഒരു ടവർ മൊമെൻറ്റ് സംഭവിക്കുന്നതും നിങ്ങൾക്കൊരു തരത്തിൽ കൺഫർമേഷനാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നു, നിങ്ങൾ അടുത്തു എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് എത്തിച്ചേർന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ കൺഫർമേഷനാണ് ആ ടവർ മൊമെൻറ്റ്. ഓക്കെ, ആ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ടവർ മൊമെൻറ്റ്. അപ്പോൾ അത് നടക്കുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി സറണ്ടർ ആയിരിക്കണം എന്ന് പറയുന്നു. പിന്നെ നിങ്ങൾ ഈ ഒരു എന്താ പറയുക,
നിങ്ങളോട് ഓൾറെഡി വിഷ്വലൈസ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നടന്നു കഴിയുന്നതും നിങ്ങൾക്ക് ആ ലക്ഷ്യം നേടിയെടുക്കുന്നതും അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫീലിങ്സും അതൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും കുറച്ച് നേരം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് ആ ഒരു ഫീലിങ്സിലായിരിക്കാനും അതൊന്ന് വിഷ്വലൈസ് ചെയ്യാനും പറയുന്നുണ്ട്. അത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിന് നിങ്ങളൊരു ലിമിറ്റ് വെക്കരുതെന്നും പറയുന്നു. അതായത് ഇതിനപ്പുറം എനിക്ക് ചിലപ്പോൾ നേടിയെടുക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല നിങ്ങൾക്ക് ഗ്രൂപ്പ് 2. നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അതിനുള്ള പൊട്ടൻഷ്യൽ നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു വൈൽഡസ്റ്റ് ഡ്രീംസ് എന്ന് ഞെക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ ലക്ഷ്യങ്ങളായിരിക്കും. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് മൊമെന്റിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തത് എന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കും. ധൈര്യസമയത്ത് അത് ലക്ഷ്യമാക്കി വെക്കൂ. ഓക്കെ, എന്നിട്ട് അതിനായിട്ട് പരിശ്രമിക്കുക. ഈ പറഞ്ഞ ഗൈഡൻസ് ഒക്കെ ഫോളോ ചെയ്യുക, നിങ്ങളത് നേടിയെടുത്തിരിക്കും. നമ്മുടെ 3D റിയാലിറ്റിയിൽ കാണുന്നത് പോലെ അല്ലെങ്കിൽ അതേ രീതിയിലായിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമ്മുടെ 3D റിയാലിറ്റി പലപ്പോഴും എന്താ പറയുക, ഒരു തരത്തിൽ നമ്മുടെ കണ്ണിൽ നിന്ന് നമ്മുടെ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ മറച്ചു വെക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ അതെപ്പോഴും മനസ്സിലാക്കുക. നമ്മുടെ 3D റിയാലിറ്റി നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറ്റിമറിക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, നമ്മൾ അതിനോട് എനർജറ്റിക്കലി അലൈൻഡ് ആകണം എന്ന് മാത്രം. അപ്പോൾ ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യുക, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ സൂക്ഷിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. കുറച്ച് സമയമെടുക്കും, ഞാൻ വീണ്ടും പറയുന്നു, കുറച്ച് സമയമെടുക്കും. നിങ്ങളൊരു 20-25 സെക്കൻഡ് ഹാഫിലൊക്കെ ഇതിനെ സംബന്ധിച്ചൊരു പ്രോഗ്രസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, പക്ഷേ നടന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിച്ചു, ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മറ്റു റീഡിങ്ങിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ മൈ ഡിയർ ഗ്രൂപ്പ് 3. അപ്പോൾ നിങ്ങൾ തംബ്നെയിലത്തെ 3ാമത്തെ ചിത്രമോ അല്ലെങ്കിൽ ഈ ഒരു ഫയലാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ നേടിയെടുക്കുമോ എന്നുള്ളത്. നിങ്ങളുടെ സ്വപ്നം ഡെഫിനറ്റ്ലി നേടിയെടുക്കുന്നുണ്ട്, സക്സസ്ഫുൾ. ഓക്കെ, വളരെ പെട്ടെന്നായിരിക്കും കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും നല്ല രീതിയിലാണ് ഈ കാര്യം നിങ്ങൾ നേടിയെടുക്കുന്നത്. കാരണം ഈ ഒരു ലക്ഷ്യം നിങ്ങൾ നേടിയെടുക്കുന്നത് വഴി നിങ്ങൾക്കൊരു പബ്ലിക് അറ്റൻഷനൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നേക്കാൾ നല്ല രീതിയിലാണ് നിങ്ങൾ നേടിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ധൈര്യമായിട്ട് ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോകാൻ പറയുന്നു. നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഒരുപാട് സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഫൈനാൻഷ്യൽ ഞാൻ ആദ്യമേ കേട്ടു. അപ്പോൾ ഫൈനാൻഷ്യൽ സംബന്ധിച്ചിട്ടുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ സ്വപ്നം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെ ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഈ ലക്ഷ്യം കൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊരു ഉയർച്ച നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരു തരത്തിൽ നിങ്ങൾക്ക് ഈശ്വരൻ നീതി നടപ്പാക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നടക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ബാലൻസ്, ഹാർമണിയൊക്കെ കൊണ്ടുവരുന്നതാണ് എന്ന് മനസ്സിലാക്കുന്നു. പിന്നെ മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടേതായ ലൈഫിൽ കുറച്ച് മൂല്യങ്ങളും കുറച്ച് പ്രിൻസിപ്പിൾസൊക്കെ നിങ്ങൾ എന്താ പറയുക അത് ഫോളോ ചെയ്തിട്ട് ജീവിക്കണം അല്ലേ. ഈ ഒരു ലക്ഷ്യം, ഈ ഒരു സ്വപ്നം നേടിയെടുക്കുന്നതിനായിട്ട് ഒരു തരത്തിലുള്ള കോംപ്രമൈസും നിങ്ങളുടെ പ്രിൻസിപ്പിൾസിനോ നിങ്ങളുടെ വാല്യൂസിനോ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ ആരെങ്കിലും നിങ്ങൾ ഉപദേശിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു തോന്നലുണ്ടാവും, ഇത് ഇപ്പോൾ സാരമില്ല, അത് എന്താ പറയുക, എൻ്റെ വിശ്വാസങ്ങൾക്ക് അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു എത്തിക്സിനെതിരാണ്, എന്നാലും കുഴപ്പമില്ല, പക്ഷെ നേടിയെടുക്കാൻ പറ്റിച്ചത് നല്ലതല്ലേ. വേണ്ട, അത് നിങ്ങൾക്ക് നല്ലതല്ല, അത് നിങ്ങളുടെ നാശത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക. ഓക്കെ, നിങ്ങൾ ഈ ലക്ഷ്യം നേടിയെടുക്കില്ല എന്നല്ല, കാര്യങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളാവാണ് ചെയ്യുക. ചിലപ്പോൾ ആരെങ്കിലും ഉപദേശിക്കാം, ഇത് പലരും ചെയ്യണതാണ്, നിങ്ങളും ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല, സംഭവം ശരിയാണ്, അത് എന്താ പറയുക നേരായ വഴിയല്ല, പക്ഷെ ചെയ്യൂ, നിങ്ങൾക്കും കിട്ടും. വേണ്ട, ഓക്കെ, അതിനോട് നോ പറയാം. നിങ്ങളല്ലാതെ തന്നെ അത് നേടിയെടുത്തിരിക്കും. നിങ്ങളുടെ ലൈഫിൽ എനിക്ക് മനസ്സിലാവുന്ന നിങ്ങൾ എന്താ പറയുക ആവശ്യത്തിന് നിങ്ങളൊരു പേഷ്യൻസ് നിങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഓക്കെ, എന്തായാലും ഒരു ഫസ്റ്റ് ഹാഫിൽ നിങ്ങളുടെ 2025 ഫസ്റ്റ് ഹാഫിൽ തന്നെ നിങ്ങളിത് നേടിയെടുക്കുന്ന ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. പെട്ടെന്നാണ് നിങ്ങളുടെ ഈ മാനിഫെസ്റ്റേഷൻ ലൈഫിലേക്ക് വരുന്നതും ഒക്കെ. നിങ്ങൾ ഒരുപാട് അതിനായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. എന്നിരുന്നാലും നിങ്ങളോട് പറയുന്നത്, ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആർക്കെങ്കിലും നിങ്ങൾ ഈ ആഗ്രഹിക്കുന്ന പോലത്തെ അവരുടെ ഒരു ആഗ്രഹം നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താ നടക്കാത്ത, എന്താണ് അപ്പോൾ നടക്കുക എന്നൊരു എന്താ പറയുക മനസ്സിലൊരു ധൃതിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊരു കൺഫർമേഷനായിട്ട് എടുക്കുക. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാൻ പോകുന്നു എന്നതിൻ്റെ കൺഫർമേഷനായിട്ട് വേണം അതെടുക്കാനായിട്ട്. പിന്നെ പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിരിക്കണം. നിങ്ങൾ എന്ത് എനർജിയാണോ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നത്, യൂണിവേഴ്സ് അതാണ് തിരിച്ചു നൽകുക. എപ്പോഴും ഓർക്കുക, നിങ്ങൾ ഏത് ഇമോഷൻസിലാണോ ഫോക്കസ് ചെയ്യുന്നത്, ആ ഇമോഷൻസിനെയാണ് നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ലക്ഷ്യത്തിനെ സംബന്ധിച്ച്, ഈ ഒരു സ്വപ്നത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് നേടിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ആ ഇമോഷൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രസന്റ് മൊമെന്റിലും
ഈ പറയുന്ന മനസ്സിന് തരുന്ന സന്തോഷം, ആ സമാധാനമൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അതൊക്കെ തരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് മൊമെന്റിലുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, കൂടുതൽ കൂടുതൽ സന്തോഷം തരുന്ന, സമാധാനം തരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ അതൊന്ന് അത് എപ്പോഴും ഓർക്കുക. നിങ്ങൾ ഏത് ഇമോഷൻസിലാണോ ഫോക്കസ് ചെയ്യുന്നത്, ഏത് എനർജിയാണോ നിങ്ങൾ യൂണിവേഴ്സിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത്, അതാണ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുക. ഓക്കെ, പിന്നെ എന്താ പറയുക, ആ ഒരു സന്തോഷം, ആ സ്നേഹം, കരുതൽ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വളരെ ഒരു ഇമോഷണലി എന്താ പറയുക, ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സൈഡ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, ആളുകളെ സ്നേഹിക്കാനും ആ ഒരു കരുതലും, നിങ്ങൾ കൊടുക്കുന്ന സ്നേഹ കരുതൽ എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾക്ക് അത്രയും നല്ല ഒരു സൈഡുള്ള വ്യക്തിയാണെന്ന് ഞാൻ കാണുന്നത്. അത്രയും നല്ലൊരു മനസ്സെന്നാണ് ഞാൻ കേൾക്കുന്നത് ഉള്ള ഒരാളാണ്. ഒരാളെ സ്നേഹിച്ച് കഴിഞ്ഞാൽ ആത്മാർത്ഥമായി സ്നേഹിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അതിപ്പോൾ പ്രണയമാണെങ്കിലും അല്ലെങ്കിലും ഏതൊരു റിലേഷൻഷിപ്പിലും. ഓക്കെ, അത് ആ ഒരു സ്നേഹം, ആ ഒരു കരുതൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ പറയുന്നു. കൂടാതെ നിങ്ങൾക്ക് ചുറ്റുമുള്ള അത് അർഹിക്കുന്ന ആളുകൾക്കും നിങ്ങൾ അത് കൊടുത്തിരിക്കണം, അത് കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, അർഹിക്കുന്ന ആളുകൾക്ക് ഞാൻ എടുത്തു പറയുന്നു, കാരണം ചുറ്റുമുള്ള എല്ലാവരും അത് അർഹിക്കണം എന്നുള്ളവരായിരിക്കില്ല. ചിലർ നിങ്ങളുടെ ഒരു കാര്യത്തിലും എന്താ പറയുക, നിങ്ങളുടെ ഒരു ഇതിലേക്കും അല്ലെങ്കിൽ ഒരു തരത്തിൽ നിങ്ങളെ ആ ഒരു നിങ്ങൾ എത്ര സ്നേഹം അങ്ങോട്ട് കാണിച്ചാലും തിരിച്ച് കാണിക്കണമെന്നായിരിക്കില്ല. ഓക്കെ, നിങ്ങളങ്ങോട്ട് എപ്പോഴും നിങ്ങൾ ഇങ്ങനെ സ്നേഹം കൊടുക്കുക, കരുതൽ കൊടുക്കുക, തിരിച്ച് പക്ഷെ നിങ്ങൾക്ക് ഒരു അവരെ അതൊരു എക്സ്പെക്ട് ചെയ്യുമ്പോൾ അതില്ല. അങ്ങനത്തെ ആളുകളെ ഒന്നും ദയവ് ചെയ്ത് വല്ലാതെ അവർക്ക് സ്നേഹം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അവരത് അർഹിക്കുന്നില്ല, അതുകൊണ്ടാണ്. പക്ഷേ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ആ ഒരു കെയർ ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അവർക്ക് നിങ്ങളുടെ ആ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു നല്ലൊരു വശം നിങ്ങളുടെ, ഓക്കെ, ആ സ്നേഹം നിറഞ്ഞിട്ടുള്ളൊരു വശമുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾക്ക് ആളുകളെ നല്ല രീതിയിൽ സ്നേഹിക്കാൻ പറ്റുന്ന ഒരാൾക്കാരാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നും എനിക്കൊന്നും പറ്റില്ല, പക്ഷെ പറ്റും. ഓക്കെ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ പകരം വെക്കാൻ പറ്റില്ല. അങ്ങനത്തെ സ്നേഹവും കരുതലും കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങൾ. ഈ ഗ്രൂപ്പ് കളക്റ്റീവിൽ പെട്ടിട്ടുള്ള ആളുകൾ, ഗ്രൂപ്പ് 3 പെട്ടിട്ടുള്ള ആളുകൾ. പക്ഷെ അത് നിങ്ങൾ കൊടുക്കുന്ന വ്യക്തികൾക്ക് അത് അർഹതയുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് കൊടുക്കണം. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന വേറൊരു കാര്യം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷ്യം, ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതൊരു റിലേഷൻഷിപ്പ് ആസ്പെക്റ്റാണ് തോന്നുന്നുണ്ട്. എനിക്ക് ആദ്യമേ അതിൻ്റെ ഒരു എന്താ പറയുക, നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണെന്നാണ് എനിക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ മാരേജ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാനത് മാനിഫെസ്റ്റ് ചെയ്യുന്നു. അതെനിക്ക് ഓൾറെഡി ആ ഒരു മെസ്സേജ് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ കാർഡ്സിൽ ഞാൻ നോക്കിയപ്പോൾ കൺഫർമേഷനും എനിക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. ഓക്കെ, 6 ഓഫ് പെൻറ്റക്കിൾസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഒരു കാര്യം കൂടെ എടുത്ത് പറയേണ്ടതുണ്ട്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഓക്കെ, നിങ്ങൾ അവിടെ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒരു റൊമാൻറ്റിക് കണക്ഷൻ അല്ലെങ്കിൽ വിവാഹം എന്നൊക്കെ പറയുമ്പോൾ തുല്യത വളരെ ഉറപ്പാണ്. ഓക്കെ, അത് നിങ്ങൾ ഉറപ്പാക്കേണ്ട കാര്യമാണ്. നിങ്ങളെടുക്കുന്ന എഫേർട്ട്, കൊടുക്കുന്ന ആ ഒരു സ്നേഹം അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നുണ്ട് ഉറപ്പ് വരുത്തണം. അല്ലാതെ ആ ഒരു നിങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക പക്ഷെ തിരിച്ചില്ല എന്ന് കാണുമ്പോൾ അങ്ങനത്തെ ആളുകളെ ദയവ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ട് ക്ഷണിക്കാതിരിക്കുക. ഓക്കെ, അതെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് അങ്ങനെ അപ്പോൾ ആ ഒരു വ്യക്തി വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി ആ ഒരു നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് വരുന്നുണ്ട്. അവർ വളരെ ഇമോഷണലി ബാലൻസ്ഡ് ആണ്, കമ്പാഷനേറ്റ് ആണെന്നൊക്കെ കാണുന്നു. അപ്പോൾ നിങ്ങളും അതിനോട് ഓപ്പൺ ആയിരിക്കണം. യൂണിവേഴ്സ് ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അതിനോട് ഓപ്പൺ ആയിരിക്കണം എന്നെടുത്ത് പറയുന്നു. അത് എന്താ പറയുക, അതിനെ തടയരുത്, അല്ലെങ്കിൽ ഒരു ബൗണ്ടറി ഒക്കെ വെച്ച് വേണ്ടെന്ന് വെക്കരുത്. കാരണം യൂണിവേഴ്സ് നിങ്ങളെ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു ആൾ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലത്തെ ആ ഒരു ഹീൽ ചെയ്യാത്ത വൂൺസ് ഒക്കെ ചിലപ്പോൾ ഒന്ന് ട്രിഗർ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവരെന്നെ പറ്റിക്കുകയോ അല്ലെങ്കിൽ ശരിയാണ് എനിക്കൊരു ആൾ എൻ്റെ ലൈഫിൽ വേണം, പക്ഷേ ഈ ആൾ തന്നെയാണോ ഇപ്പം എൻ്റെ ലൈഫിലൊരു സ്വസ്ഥതയുണ്ട്, ഇനി ഇയാൾ വന്നിട്ട് എൻ്റെ ലൈഫിൽ കൂടുതൽ പ്രശ്നങ്ങളാവും, ഇങ്ങനത്തെ ചിലപ്പോൾ ചിന്തകളൊക്കെ വരാനും നിങ്ങൾക്ക് ഇതിൽ നിന്ന് പോവാം, ഇത് വേണ്ട എന്ന് വെക്കാം ഒരു തോന്നലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മനസ്സിലാക്കണം, അത് നിങ്ങൾക്കുള്ള ടെസ്റ്റാണ്. നിങ്ങൾ ആ ടെസ്റ്റിൽ വേണ്ടാന്ന് വെച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ആ ഒരു ധൈര്യം വേണം. ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുക, അതും ഒരു സീരിയസ് കമ്മിറ്റഡ് കണക്ഷനിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു ധൈര്യം വേണം. അതിന് നമ്മൾ തയ്യാറായിരിക്കണം. അതുപോലെ നിങ്ങളും റെഡി ആയിട്ടിരിക്കുക. നിങ്ങളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഹെൽത്തി ബൗണ്ടറി മസ്റ്റായിട്ട് വേണം. അതും നിങ്ങൾ അപ്പോൾ ആ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിരിക്കണം, നിങ്ങളത് പഠിച്ചിട്ടുണ്ടായിരിക്കണം. നിങ്ങൾക്കത്
അറിഞ്ഞിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പിലൊക്കെ ആ ഒരു ഹെൽത്തി ബൗണ്ടറി കീപ്പ് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് പറയുന്നു. പിന്നെ എന്തെങ്കിലും പണ്ട് നടന്ന നിങ്ങൾ ഇതുപോലെ ആരെങ്കിലോട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നി, അവർ പക്ഷെ അത് തിരിച്ച് സ്നേഹം കാണിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സ്നേഹം കാണിച്ചു പക്ഷേ അവർ നിങ്ങളെ യൂസ് ചെയ്യായിരുന്നു. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു ബന്ധം, ഒരു പ്രണയബന്ധം ഉണ്ടായി അത് അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യുമോ, അങ്ങനെ ഇനിയും ഉണ്ടോ ആ ഒരു പേടി എടുത്ത് കളയാം. ഓക്കെ, നിങ്ങളിപ്പോൾ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണറിനെയാണ്. അവരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അവരല്ലാതെ വേറെ ആരും നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല എന്ന് നിങ്ങൾ ആദ്യം വിശ്വസിക്കണം. ഓക്കെ, ആ കഴിഞ്ഞു പോയ കാലത്തിനെ വിട്ടുകളയുക. അത് കഴിഞ്ഞതാണ്. ഇത് നമ്മൾ പുതിയ വർഷത്തിലേക്കും കൂടെ കടന്നു അല്ലേ. ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പുതിയ വർഷമാണ്. നമ്മുടെ ലൈഫിലേക്ക് ഇപ്പോൾ നമ്മുടെ ഈ ലക്ഷ്യം അതും പുതിയതാണ്. അതിൽ ഫോക്കസ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഓക്കെ, പിന്നെ എന്താ പറയേണ്ടത്, നിങ്ങളുടെ ലൈഫിലേക്ക് ഇതൊരു പുതിയ എനർജിയാണ് ഈ വരുന്ന വ്യക്തി. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളാകാൻ സാധ്യത ഒട്ടുമില്ല. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ട ഉള്ളിൽ പക്ഷേ നടക്കുമോ എന്തിട്ടാണാവോ നടക്കുമെന്ന് തോന്നണില്ല, ഇതൊക്കെ പറയുന്നുണ്ട്, വല്ല കാര്യം ഉണ്ടാവോ, ഇങ്ങനത്തെ കുറേ ഡയലോഗുകളാണ് നിങ്ങളുടെ മനസ്സിൽ. നിങ്ങൾ ഏതെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ ഉള്ളിൽ ഈ വക ഡയലോഗുകളാണ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാലതാമസം നേരിടും നിങ്ങൾ ഈ കാര്യം നേടിയെടുക്കാൻ. കാരണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു, പക്ഷെ നിങ്ങൾക്ക് അവിടെ ഒരുപാട് ഡൗട്ട് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവറിൽ ഒരു വിശ്വാസമില്ലാത്ത അവസ്ഥയാണ്. മനസ്സിലായോ? അപ്പോൾ തന്നെ അവിടെ മിസ്അലൈൻമെൻറ്റ് വരികയാണ്. അപ്പോൾ നിങ്ങളതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, മുന്നോട്ട് പോവുക. ഇതൊരു പുതിയ എനർജിയാണ്. ആ എനർജിയെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായം എന്ന് പറഞ്ഞാൽ പോരാ, പുതിയൊരു ഘട്ടമാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് കടക്കാനായിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും തയ്യാറാവണം. ഓക്കെ, ഇത് പാര വന്നിരിക്കണമെന്ന് കണ്ടു. ഇത് ക്യൂൺ ഓഫ് കപ്സ് ആണ്, താഴെ ഇരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കൺഫർമേഷൻ എനിക്ക് ഓൾറെഡി ഒരു കൗണ്ടർ പാർട്ട് എനർജി ഫീൽ ചെയ്തപ്പോഴാണ് ഞാൻ നോക്കിയത് കാർഡിൽ. അപ്പോൾ ഒബ്വിയസ്ലി അവിടെ ഉണ്ട്, ക്യൂൺ ഓഫ് കപ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടാണ് ഈ വരുന്ന വ്യക്തി. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ, നിങ്ങൾ അവർക്ക് പെർഫെക്റ്റ് ആണ്. ഓക്കെ, നിങ്ങൾ ഈ കണക്ഷൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താ പറയുക, വേറൊരാളാവേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കാനാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾ ആ ഒരു സെൽഫ് ലവ്, സെൽഫ് കെയർ, അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ്. ഓക്കെ, സെൽഫ് കെയർ ആക്ടിവിറ്റീസും നിങ്ങൾ നൽകുന്ന ഒരു സെൽഫ് പ്രയോറിറ്റൈസേഷനും സെൽഫ് ലവ് എല്ലാം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ്. അത് കുറച്ച് നാൾ ചെയ്ത് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമല്ല, ഒരു പ്രാക്ടീസ് അല്ല, അത് ലൈഫ് ലോങ് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് വന്നിട്ടോ, ഇനിയിപ്പോൾ എന്നെ സ്നേഹിച്ച ഒരാൾ വന്നല്ലോ, അപ്പോൾ എനിക്ക് സ്നേഹം കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ വിചാരിക്കരുത്. നമുക്ക് സ്നേഹം എന്നും കൊടുക്കണം. ഓക്കെ, അപ്പോഴാണ് അത് നമ്മുടെ ലൈഫ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആവുള്ളൂ. അതാണ് സംഭവം. മനസ്സിലായോ? നമ്മുടെ ലൈഫിൻ്റെ യഥാർത്ഥ സൗന്ദര്യം നമുക്ക് കാണാനും ആസ്വദിക്കാനും പറ്റുക നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്ത് ഹെൽത്തി ബൗണ്ടറി ഒക്കെ കീപ്പ് ചെയ്ത് യൂണിവേഴ്സിലെ അങ്ങനെ വിശ്വസിച്ച് പ്രസന്റ് മൂലം ഫോക്കസ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മുടെ ലൈഫിൻ്റെ യഥാർത്ഥ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ ചെയ്യൂ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ, നെഗറ്റീവിൽ ഫോക്കസ് ചെയ്യില്ല എന്നൊക്കെ പറയുന്നത്. കാരണം നമ്മുടെ ജീവിതം ആക്ച്വലി വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഓക്കെ, ഈ ഒരു ലോകത്തിൽ വരിക, ഒരു മനുഷ്യനായിട്ട് ജനിക്കുക, ഈ അനുഭവങ്ങളെല്ലാം വളരെ വളരെ സന്തോഷം തരുന്നതാണ്. ശരിക്കും ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു എന്താ പറയുക ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത്. പക്ഷെ അത് ആസ്വദിക്കാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറേ നെഗറ്റീവ് ഇമോഷൻസും പിന്നെ ഈ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് തള്ളാൻ നിൽക്കുന്ന കുറേ ആളുകൾ നമുക്ക് ചുറ്റുള്ളതുകൊണ്ടാണ്. ഓക്കെ, അവരിൽ നിന്നൊക്കെ ഒരു ഹെൽത്തി ബൗണ്ടറി കീപ്പ് ചെയ്ത് പിന്നെ അനാവശ്യമായ ഭയം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ഭയങ്ങളിൽ നിന്നൊക്കെ മാറി നമ്മൾ ആ യൂണിവേഴ്സിനെ വിശ്വസിച്ച് പ്രസൻറ്റിൽ ഫോക്കസ് ചെയ്ത് പോയി നോക്കി നോക്കൂ. നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ഈ ലൈഫിൻ്റെ യഥാർത്ഥ സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റും. ലൈഫ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എത്ര ബ്യൂട്ടിഫുൾ ആണ്, എത്ര നല്ലൊരു കാര്യമാണ് ഒരു ഹ്യൂമൻ ആയിട്ട് ജനിക്കുക എന്നുള്ളത്. ആ അനുഭവങ്ങളൊക്കെ എത്രത്തോളം നല്ലതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഒരു ദിവസം കൊണ്ട് നടക്കില്ല. ഞാൻ വീണ്ടും പറയണു, നമ്മളത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിൻ്റെ ഏറ്റവും പ്രധാന പടി അല്ലെങ്കിൽ ആദ്യ പടിയും കൂടിയാണ് സെൽഫ് ലവ്, സെൽഫ് കെയർ, സെൽഫ് പ്രയോറിറ്റൈസേഷൻ, ഹെൽത്തി ബൗണ്ടറി കീപ്പ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് പ്രസന്റ് മൊമെൻറ്റിൽ ഫോക്കസ് ചെയ്യുക, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക, ഇതെല്ലാം. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ തന്നെയാണ് മാറ്റം ഉണ്ടാവുക. ഇനി നിങ്ങളോട് എടുത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇമാജിൻ ചെയ്ത് ഓവർ തിങ്ക് ചെയ്ത് ഒരു ഇല്യൂഷൻ സ്റ്റേജിൽ പോയി കിടക്കരുത്, ഡെല്യൂഷൻ സ്റ്റേജിൽ പോയി കിടക്കരുത് എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഇത് അങ്ങനെയാവോ ഇങ്ങനെയല്ലേ, അതായത് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യാണ്. മനസ്സിലായോ? ഓവർ തിങ്ക് ചെയ്തൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലേക്ക് എത്താനൊരു സാധ്യത നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ആളെ കൊണ്ട് വെച്ചിരിക്കുകയാണ്, ഇതാണ് നിങ്ങൾക്കുള്ള വ്യക്തി. അപ്പോൾ ഓ ശരി, ഇതാണല്ലേ ആള്, ഇനി ഇതന്നെയാണോ, ഇനി എന്നെ പരീക്ഷിക്കാൻ വെച്ചതാണോ, ഇനി ഇതല്ലെങ്കിലോ ആള്, ഞാൻ ഈ ആളായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവസാനം ഇതല്ല ആളെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒന്നും ആയിട്ടില്ല കേട്ടോ, നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾ അപ്പോഴേക്കും അവിടെ വരെ എത്തി ചിന്തിച്ച് ഓക്കെ, ഇനി ഞാൻ ഇയാളെ കല്യാണം കഴിച്ചിട്ട് ഞാൻ അതിന് ശേഷം അറിയണം ഇതല്ല എൻ്റെ ആളെന്ന്, അപ്പോൾ ഞാൻ എന്താ ചെയ്യുക?
ആ ലെവലിലേക്ക് പോവുകയാണ്. അപ്പം നിങ്ങളവിടെ ഇമാജിൻ ചെയ്ത് പോവുകയാണ് ഈ വേസ്റ്റ് കേസ് സിനാരിയോസ് കംപ്ലീറ്റ്. എന്നിട്ട് സ്റ്റക്കാവും. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇത് വേണോ, ഇവരെ സ്വീകരിക്കണോ വേണ്ടോ, എന്താ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ മാറും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ഓവർ തിങ്കിങ് ആണ് അതിന് കാരണമാണത്. അപ്പോൾ യൂണിവേഴ്സിനെ വിശ്വസിക്കുക, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവറിൽ വിശ്വസിക്കുക. ഓക്കെ, മുന്നോട്ട് പോവുക, പ്രസൻറ്റിൽ ഫോക്കസ് ചെയ്യുക, മുന്നോട്ട് പോവുക. അത് നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം നിങ്ങൾ ഈ വ്യക്തിയെ പരിചയപ്പെടുന്ന ഒരു രീതി അല്ലെങ്കിൽ കണ്ടുമുട്ടുന്ന രീതി ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ആവില്ല. അതിനേക്കാൾ ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്നാണ് നടക്കുന്നത്. ഒരുപാട് എഫേർട്ട്, ഒരുപാട് എന്താ പറയുക കടമ്പകളൊന്നും കടക്കുന്നതായിട്ട് ഞാൻ അങ്ങനെ കാണുന്നില്ല. ശരിയാണ്, ചെറിയ ചെറിയ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും ഡെഫിനറ്റ്ലി, പക്ഷെ അത് ആ വ്യക്തി വന്നതിന് ശേഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആകെ ഒരു എന്താ പറയുക, നിങ്ങൾ ചിന്തിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊരു സാധ്യതയുണ്ട്. കാരണം എളുപ്പത്തിൽ നടന്നല്ലോ. നിങ്ങൾ സാധാരണ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത്ര പെട്ടെന്ന് നടക്കാറുണ്ടാവില്ല. അതുകൊണ്ടാണ്. ഓക്കെ, പക്ഷേ ഇത് നടക്കുന്നതിന് കാരണമുണ്ട് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ എനർജിയിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഡെല്യൂഷനിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കണം. മാത്രമല്ല പാസ്റ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യുക. പാസ്റ്റിലത്തെ ഒരു കാര്യം വെച്ചിട്ട് ഈ വ്യക്തിനെ കമ്പയർ ചെയ്യാനും ഈ കണക്ഷൻ കമ്പയർ ചെയ്യാനും ശ്രമിക്കരുതെന്ന് പറയുന്നു. കാരണം ഇത് നിങ്ങളുടെ പെർഫെക്റ്റ് പാർട്ട്ണറാണ്. ഇതാണ് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട്. ഈ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടത്. ഇവരെ കൂടെ ആയിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ബാലൻസ്, ഒരു ഹാർമണി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, നിങ്ങളുടേതായ ഒരു മാറ്റം വരുത്തേണ്ടതായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എന്താ പറയുക ഒരു അപ്രൂവൽ വേണം, എന്ത് ചെയ്യുമ്പോഴും ഒരു അപ്രൂവൽ വേണമെന്ന് തോന്നില്ല. അങ്ങനത്തെ ഒരു തരത്തിലുള്ള തോന്നലുകൾ ഉണ്ടാവില്ല. നിങ്ങൾ വളരെ സ്വസ്ഥമായിരിക്കും. നിങ്ങൾ വളരെയധികം അത് എൻജോയ് ചെയ്യും. നിങ്ങൾക്ക് നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും ഈ ഒരു വ്യക്തിയുടെ പ്രസൻസിലും ഇവരായിട്ട് നിങ്ങളൊരു റിലേഷൻഷിപ്പിലാകുമ്പോഴും. ഓക്കെ, നിങ്ങളുടെ പെർഫെക്റ്റ് പാർട്ട്ണറാണ്, അതാണ് കാര്യം. അത് നിങ്ങൾ മനസ്സിലാക്കുക. യൂണിവേഴ്സിനെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഒരു സീരിയസ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണറിൻ്റെ കൂടെ ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുക, മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ സ്വപ്നത്തിനെ സംബന്ധിച്ചിട്ടുള്ള നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ. അപ്പോൾ നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ എന്താണോ അത് കണ്ടിന്യൂ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക, പ്രാക്ടീസ് ചെയ്യുക. എല്ലാം പിന്നെ ഭംഗിയായിട്ട് തന്നെ നടന്നോളും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് മറ്റൊരു റീഡിങ്ങിലൂടെ വീണ്ടും കണ്ടുമുട്ടാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വളരെ നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. താങ്ക്